ആദായനികുതി വകുപ്പ് നടപടികൾ തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ? ഷമി, 2018-19 സാമ്പത്തിക വർഷത്തിലേക്ക് കോൺഗ്രസ് നികുതി നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പാർട്ടിയുടെ വിവിധ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന 115 കോടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് ആദായ നികുതി കടന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് 210 കോടി രൂപ നികുതി ഇനത്തിൽ അടയ്ക്കാനുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വാദം. എന്തായാലും ഇതിനെതിരെയായിരുന്നു കോൺഗ്രസ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ നിന്നും കോൺഗ്രസിനെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. സമാനമായിട്ടുള്ള 4 ഹർജികളാണ് കോൺഗ്രസ് നൽകിയിരുന്നത്. കോൺഗ്രസ് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. പക്ഷേ ട്രിബ്യൂണൽ തുടക്കത്തിൽ കോൺഗ്രസിന്റെ ഒരു അപ്പീൽ തള്ളിക്കളയുന്നു. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ആദ്യം ആ ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ 22-നും സമാന രീതിയിൽ തന്നെ, അതായത് ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടിയായതുകൊണ്ട് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഹൈക്കോടതി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ ഇടപെടാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഷമി, വിഷ്ണു, ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഷമി, കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യം ആയതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പ്രചരണത്തിനടക്കം കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല എന്നൊരു പ്രശ്നം കൂടി അവർ നേരിടുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം പല ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഈ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ഫണ്ട് ഇല്ല എന്നൊരു കാര്യം കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ തുടർന്നു കഴിഞ്ഞാൽ, അതായത് 115 കോടി അടക്കം മരവിപ്പിച്ച നടപടികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലത്തിലുള്ള പ്രതിസന്ധി തന്നെയാകും സൃഷ്ടിക്കുക. അതുകൊണ്ട് കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഷമി.